കുറച്ചു നേരമായല്ലോ. ആരോ ഏട്ടനെ വിളിക്കുന്നു. ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്ത? അമൃതേച്ചിയാണല്ലോ. കൊള്ളാം. അപ്പൊ അമൃതേച്ചിയോടാണ് വാശി. എനിക്കങ്ങനെ ആരോടും വാശിയും വൈരാഗ്യമൊന്നുമില്ല. വാശിയും വൈരാഗ്യമൊക്കെ ആയിക്കോ, പക്ഷെ അമൃതേച്ചിയോട് അത് വേണ്ട. അമൃതേച്ചി ഒരു പാവമല്ലേ ഏട്ടാ. ഏട്ടൻ എന്താ അമൃതേച്ചിയുടെ ഫോൺ എടുക്കാത്തത്? നീ അതൊന്നും അറിയണ്ട. അവള് കിടന്ന് വിളിക്കട്ടെ. സൗന്ദര്യപ്പിണക്കാണല്ലേ? പ്രേമത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അതെ, ചെറിയ പ്രണയകലഹങ്ങളൊക്കെ ഓക്കെയാ. പക്ഷേ ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, അമൃതേച്ചിയെ വല്ലാതെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. ഏത് വഴക്കും ഒരു രാത്രിക്കപ്പുറം കൊണ്ടുപോകരുതെന്നല്ലേ പഴമക്കാർ പറയാറ്. ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാതെ നീ പോകുന്നുണ്ടോ? അമൃതയുടെ കാര്യത്തില് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോട കണ്ട ഈ അശ്വതി ഇടപെടും. ഒരു ലിമിറ്റ് കഴിഞ്ഞാ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അയ്യോ, അവള് പറഞ്ഞത് ശരിയാ. അമൃതയുടെ കാര്യത്തില് എല്ലാ ലിമിറ്റും കഴിഞ്ഞു. ഈ അഭിമന്യു എന്താ ഇങ്ങനെ? ചില സമയത്ത് ഒരു കാര്യമില്ലാതെ എന്നോട് വഴക്കിടുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇവളെന്തിനാ ഇതിനകത്ത് എന്നിങ്ങനെ അടയിരിക്കുന്നേ? ഇവക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നൂടെ? എണീറ്റ് പുറത്തേക്ക് പോകാനുള്ള പുറപ്പാടാ. ഇരിപ്പ് മാറ്റി ഇപ്പൊ നടപ്പായോ? ഈ നശൂലങ്കാരന് എന്റെ പണി നടക്കില്ലല്ലോ. അലമാരയിലെ സ്വർണം ഞാൻ എങ്ങനെ അടിച്ചു മാറ്റും? കലാവതിയോട് ഞാൻ എന്തു പറയും എന്റെ കർത്താവേ? എന്തായി വക്കീലെ കാര്യങ്ങള്? എന്തായാലും മേഡത്തിനും സാറിനും ആശ്വസിക്കാൻ വകയുണ്ട്. എന്റെ ഒരു രാഷ്ട്രീയ ഇടപെടൽ കാരണം മേഡത്തിന് സാറിനും എതിരെയുള്ള കേസ് കോടതിയിലെത്തിയാൽ ഊരിപ്പോരാവുന്ന വിധമാണ് ഇഡി ചാർജ് ചെയ്തിരിക്കുന്നത്. വകുപ്പുകളൊക്കെ ലൈറ്റാ. ഗുഡ്. അപ്പൊ പിന്നെ വലിയ ഭയം വേണ്ട എന്നർത്ഥം. അങ്ങനെ പറയാൻ വരട്ടെ. ചാർജ് ചെയ്ത വകുപ്പുകൾ ലൈറ്റാക്കാൻ വേണ്ടി ഇഡി ഉദ്യോഗസ്ഥർക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ചില്ലറ കൊടുക്കാമെന്ന് മേഡം ഏറ്റിരുന്നു. ആ കാശ് ഇനിയും മേഡം കൊടുത്തിട്ടില്ല. കൊടുക്കാമെന്ന് പറഞ്ഞ ആ കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ലൈറ്റായിട്ട് ചാർജ് ചെയ്ത കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ സ്ട്രോങ് ആവും. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സാറിനും കൂടി ബാധകമാണ്. വ്യാജരേഖയുണ്ടാക്കി സർക്കാർ ഭൂമി തട്ടിയെടുത്ത കേസിൽ സാറാണ് ഒന്നാം പ്രതി, മേഡം രണ്ടാം പ്രതി മാത്രമാണ്. എന്നെ കൊണ്ട് ഈ തെമ്മാടിത്തരം മുഴുവൻ ചെയ്യിപ്പിച്ചത് ദേ ഇവളാ. എന്നിട്ടിപ്പോ ഞാനാണ് പോലും ഒന്നാം പ്രതി. മേഡത്തിന് വേണമെങ്കിൽ ഈ കേസിൽ മാപ്പുസാക്ഷിയാവാം. അങ്ങനെ വരുമ്പോ സാറ് മാത്രമാവും പ്രതി. ആര് മാപ്പുസാക്ഷിയായാലും എനിക്കൊരു കുന്തവും ഇല്ല. ഈ കേസിൽ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. ഇതിനു വേണ്ടി കൈക്കൂലി കൊടുക്കാൻ എന്റെ കയ്യിൽ പണവും ഇല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.